അങ്ങനെ നമ്മുടെ സുധീഷും ഹരീഷും കൂടി രാത്രി മാറി മാറി കാവലിരിക്കേണ്ടത് നമ്മുടെ സുഭാഷേട്ടൻ ഇനി എവിടേക്കെങ്കിലും പോകണ്ട വിചാരിച്ചിട്ട് എന്തായാലും രാവിലെ ആവണ സമയത്ത് നമ്മുടെ സുധീഷും ഹരീഷും കുറേ പച്ചക്കറിയൊക്കെ വാങ്ങി കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് നമ്മുടെ സുഭാഷേട്ടന്. ആ സമയത്ത് സുഭാഷേട്ടൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാടാ പോയി വാങ്ങിയത്, ഞാൻ പോയി വാങ്ങിയിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇനി വേണ്ട, പച്ചക്കറി വാങ്ങാൻ പോയിട്ട് വേണം ഇനി നിങ്ങൾ ആ വഴി എവിടേക്കെങ്കിലും പോകാമെന്നൊക്കെ പറയുന്നുണ്ട്. എന്തിനാടാ അങ്ങനെ കളിയാക്കണം, ഇനി ഞാൻ എങ്ങോട്ടും പോവില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് പറയുന്നുണ്ട് നമ്മുടെ സുഭാഷേട്ടൻ, പക്ഷേ എനിക്ക് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ ജ്യോത്സ്യം പറഞ്ഞതിൻ്റെ വിഷമം മാറിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുധീഷ് പറയുന്നുണ്ട്, ഏട്ടന് ഞാൻ വേറൊരു ജ്യോത്സ്യൻ കൊണ്ടുവന്നിട്ട് ഇത് മാറ്റി പറഞ്ഞാൽ ഏട്ടന് മനസമാധാനം കിട്ടുമോ പറയുന്നുണ്ട്. ആ കിട്ടും, എന്നാൽ ഒന്നല്ല ഞാൻ 4 ആളെ ഞങ്ങൾ കൊണ്ടുവരാമെന്ന് പറയുന്നുണ്ട്. നീ അതിൽ കള്ളത്തരം ഒപ്പിക്കരുത് പറയുന്നത് നമ്മുടെ സുഭാഷേട്ടൻ. ഇല്ല, ഹരീഷ് പറയുന്നത് ഞാനും കൂടെ പോവാമെന്ന്. എന്തായാലും അവർ രണ്ടാളും കൂടി പോയിട്ട് 4 ജ്യോത്സ്യന്മാരെ കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് 4 ആളെയും പുറത്ത് നിർത്തുന്നുണ്ട്. ഓരോരുത്തരായിട്ട് ഉള്ളിൽ കയറാമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് സുഭാഷേട്ടൻ ചോദിക്കുന്നുണ്ട്, എന്തിനാടാ ഓരോരുത്തരെ, ഒരാളെ തന്നെ പറഞ്ഞത് ഇനി 4 ആളും പറയണ്ടല്ലോ, അവരെന്താ 4 ആൾ വ്യത്യസ്തമായിട്ട് എങ്ങനെ പറയണം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറയുന്നുണ്ട്. ആദ്യം സുധീഷ് ഒരു ജ്യോത്സ്യനോട് വരാൻ പറയുന്നുണ്ട്. എന്നിട്ട് പറയാൻ പറയുന്നത് നമ്മുടെ സുഭാഷേട്ടൻ്റെ ജാതകത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന് ചോദിക്കേണ്ടത്. ഈ ജാതകം നല്ല ജാതകമാണ്, എങ്ങനെ ഒരു ഐശ്വര്യമുള്ള ജാതകം ഞാൻ എവിടെയും കണ്ടിട്ടില്ല, ഇയാൾ എവിടെ ഉണ്ടോ അവിടെ നല്ല ഐശ്വര്യമായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ സുധീഷ് വീണ്ടും ചോദിക്കുന്നുണ്ട്, കല്യാണമൊക്കെ എപ്പോഴാണ് സംഭവിക്കുക ചോദിക്കുന്നുണ്ട്. ആ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ, ഇയാൾക്കൊരു പെൺകുട്ടി ജനിച്ചിട്ടുണ്ടാവുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുധീഷ് സുഭാഷേട്ടനെ കളിയാക്കുന്നുണ്ട്, ഏട്ടാ ഞങ്ങളറിയാതെ എന്തെങ്കിലും ഒപ്പിച്ചിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് പോടാ അവിടെ നിന്ന് പറയുന്നുണ്ട്. എന്തായാലും രണ്ടാമത്തെ ജ്യോത്സ്യം വരുന്നുണ്ട്. അയാളും പറയുന്നുണ്ട്, ഇങ്ങനെ നല്ലൊരു ജാതകം വേറെ ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അപ്പം നമ്മൾ വീണ്ടും സുധീഷ് ചോദിക്കേണ്ടത്, കല്യാണം ഇയാൾക്ക് കല്യാണം അടുത്ത് തന്നെ നടക്കും, അമ്മയെ പോലെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി വരും, എന്തായാലും നല്ലൊരു കുട്ടി ഇയാൾക്ക് കിട്ടും, നല്ല ഐശ്വര്യമുള്ള ജാതകമാണെന്നൊക്കെ പറയും. എന്തെങ്കിലും ദോഷമുണ്ടോ ജാതകത്തിൽ, ഒരു ദോഷവും ഇല്ല എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ ജ്യോത്സ്യനും പോകുന്നുണ്ട്. മൂന്നാമത്തെ ജ്യോത്സ്യനോട് വരാൻ പറഞ്ഞിട്ട് മൂന്നാമത്തെ ജ്യോത്സ്യനും പറഞ്ഞിട്ട് നല്ല ഐശ്വര്യമുള്ള ജാതകമാണ്, അങ്ങനെ ഇനി ഇയാൾക്ക് നല്ലൊരു പെൺകുട്ടിയെ കിട്ടുന്നൊക്കെ മൂന്നാമത്തെ ആളും പറഞ്ഞിട്ട് നാലാമത്തെ ആളും പറഞ്ഞിട്ട് നല്ലതാണ്. പക്ഷെ 4 ആൾ ഒരുമിച്ചിട്ട് ഒരു കാര്യം മാത്രം പറഞ്ഞിട്ടുണ്ടാവും, എല്ലാവരും കൂടി തറവാട്ട് അമ്പലത്തിൽ പോയി തൊഴണം, എന്നാലേ നിങ്ങളുടെ ദോഷങ്ങളൊക്കെ മാറുള്ളൂ, പിന്നെ എല്ലാ ദോഷവും മാറി എല്ലാ ഐശ്വര്യങ്ങളും വന്നു ചേരും എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും എല്ലാവരോടും തറവാട്ടിലത്തെ അമ്പലത്തിൽ പോയി തൊഴാൻ പറഞ്ഞിട്ട് 4 ആളും പോകുന്നുണ്ട്. 4 ആൾക്കും പൈസ കൊടുത്തിട്ട് നമ്മുടെ സുധീഷ് ഒഴിവാക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ നമ്മുടെ സുധീഷ് സുഭാഷേട്ടനോട് ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ സമാധാനമായിട്ടിന് ഇപ്പോൾ കണ്ടോ 4 ആൾ 4 തരത്തിലാണ് പറഞ്ഞത്, ഇനി ഏട്ടാ ആ ജ്യോത്സ്യം പറഞ്ഞത് ആലോചിച്ചിട്ട് ഇരിക്കേണ്ട, എല്ലാവരും ഓരോ തരത്തിൽ, അയാൾ എന്താണെന്നാവോ അങ്ങനെ പറഞ്ഞ് അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാവും അങ്ങനെ പറഞ്ഞത്, അതുകൊണ്ട് ഇനി അതൊക്കെ വിട്ട് കളയും ഏട്ടൻ, ഇനി അതൊന്നും ആലോചിക്കേണ്ട, ഇനി സന്തോഷത്തോടു കൂടി കഴിയാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ സുഭാഷ് പറഞ്ഞിട്ട് ഇനി ഞാൻ എങ്ങോട്ടും പോവില്ലാടാന്നൊക്കെ പറഞ്ഞിട്ട് വാക്ക് കൊടുക്കുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കേണ്ടത്. ഇതുപോലുള്ള പ്രമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.